നീ ഇവിടെ വരച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ധൈര്യമായിട്ടുള്ളതുള്ളതല്ലേ പറ. എന്റെ മോളോട് ജയിച്ചേ. എന്റെ പൊന്നേച്ചി ഇനിയും കുറെ പരിപാടികളാണ്, പ്ലീസ് അലമ്പാക്കില്ലേ. ഈ കാര്യത്തിന് ഒരു തീരുമാനമാക്കാതെ ഈ ഏരിയ ഒരു പരിപാടി നടക്കൂല. ഞാനും സമ്മതിക്കൂല. ചേട്ടാ കണ്ട ഉസിൻ ബോൾട്ട് ഓടുന്നുണ്ട്. ഇതുപോലെയാണ് ഓടാൻ. ബോൾട്ട് എന്ത് ബോൾട്ട്? നീ അവന്റെ റെക്കോർഡും പൊട്ടിക്കണം. അമ്മ മുട്ട് എനിക്ക് നിന്നോടിയാ മതിയോ? ഞാൻ ഇന്നലെ പഠിപ്പിച്ചൊക്കെ മറന്നു. പ്രൊഫഷണൽസ് ഇരുന്നേ ഓടും. അമ്മ ഞാനെങ്കിലും നിന്നോടട്ടാ. നീ അൾട്രാ പ്രൊഫഷണലാണ്. നീ ഇരുന്നേ ഓടാവും. എന്നിട്ട് ആരടാ ഫസ്റ്റ് അടിച്ചത്? ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ട്രോഫി വാങ്ങിച്ച് പോയേട്ടാ. ഈ രണ്ടെണ്ണം ലാസ്റ്റ് വന്നിട്ടാണ് കിടന്ന് അലമ്പ് കാണിക്കണത്. തോട്ട് അത് സമ്മതിക്കാൻ ഒരു അന്തസ് വേണോടി. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. സെക്കൻഡ് ലാസ്റ്റ് അല്ല എന്റെ മോളാണ്. റോഡ് കിടന്ന് അടിയൊക്കെ കൊച്ചിനെ വിളിച്ചിട്ട് വീട്ടിൽ പോകുന്നോടി. ദൈവമേ, നാളെ എക്സാമിന് രേവതിയുടെ മോള് പഠിച്ചതെല്ലാം മറന്നു പോണേ. എന്റെ കൊച്ചിനെ ബുക്കിലെ കുത്തും പുറമേ എല്ലാം ഓർമ്മ പറഞ്ഞേ. മക്കളെ തതുപ്പ്. ഇന്നു മുതൽ സ്കേറ്റിംഗ്, ഡാൻസ്, വയലിൻ, അബാക്കസ് ക്ലാസ് ഒന്നും കാണില്ല. നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് സ്റ്റഡീസിൽ മാത്രമായിരിക്കും. ഇനി മുതൽ എക്സാം വരെ നമ്മൾ ബ്രഹ്മമുഹൂർത്തിൽ എണീക്കും. അപ്പൊ ബ്രെയിൻ കട്ട ആക്റ്റീവ് ആയിരിക്കും. രാവിലെ 4 to 5 സോഷ്യൽ സ്റ്റഡീസ്, 5 to 6 മാത്സ്, 6 to 7 ഇംഗ്ലീഷ്, 7 to 8 സയൻസ്. അങ്ങനെ ഓരോ മിനിറ്റും നമ്മൾ പാഴാക്കാതെ പഠിക്കണം. രാവിലെ പഠിച്ചതെല്ലാം ഈവനിങ് നമ്മൾ 2 times റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ ഇനി ഉറങ്ങും. ഇനി നമ്മുടെ കോമ്പറ്റീറ്റർ നക്ഷത്രമല്ല, ആ പഠിപ്പി രശ്മി നമുക്ക് തോൽപ്പിക്കണം. എല്ലാ സബ്ജക്റ്റിനും 100-ൽ 100. അങ്ങനെ 100-ൽ 100 വാങ്ങിച്ച് അമ്മൂമ്മയുടെ കണ്ണ് നമ്മൾ തള്ളിക്കണം. ഓൺ യുവർ മാർക്ക്, ചേഞ്ച് യുവർ ഡ്രസ്, ലെറ്റ്സ് സ്റ്റഡി. ഹലോ, രേഷ്മയുടെ അമ്മയാണേ. ഇന്ന് മാത്സിന്റെ മാർക്സ് കിട്ടി. എന്റെ മോക്ക് ഫുള്ളുണ്ട്. അവിടെ എത്ര? നിനക്ക് മാത്സിന് എത്ര മാർക്ക് ഉണ്ടടി? 45. അവക്ക് എത്ര ഉണ്ട്? വെറും 40 മാർക്ക് വാങ്ങിക്കാനായിട്ട് ഞാൻ ഉറക്കം കഴിച്ചത് പഠിപ്പിച്ചത്. പേപ്പർ കിട്ടിയ കാര്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചല്ലേ. ഇനി ഞാൻ നാട്ടുകാരെ മുഖത്ത് എങ്ങനെ നോക്കും? ആ രേഷ്മയുടെ അമ്മ എങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് വെച്ച് കണ്ട ചിരിക്ക് തോലുമില്ല. നിർത്തണേ. നീയൊക്കെ ഇങ്ങനെയാണ് പിള്ളേരെ വളർത്തണെങ്കിലേ പിള്ളേർ ഒരു കാലവും രക്ഷപ്പെടാൻ പോണില്ല. നിങ്ങൾക്ക് സ്വന്തം കൊച്ച് ജയിക്കണമെന്നല്ല, മറ്റേയാളെ തോപ്പിക്കണം. പന്തയത്തിൽ കുതിര വളർത്തുമ്പോൾ സ്വന്തം കൊച്ചുങ്ങളെ ഇറക്കി ഷോ കാണിക്കണം. അങ്ങനെ പറഞ്ഞു ഉടമ്മ. ഈ ബുദ്ധിയില്ലാത്ത കുറെ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭയാനകമായിട്ടുള്ള വേഷം ഈ വീട്ടിലേ കാണുള്ളൂ.